ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ജൂലൈ മാസം 31-ാം തീയതിയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് പെട്ടെന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും ഇനി അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് 2022 റിലീസ് ചെയ്ത വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു മാ മനിത എന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ആഗസ്റ്റ് മാസം 1-ാം തീയതി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് സിനിമയാണ്. അടുത്തത് ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. റെഡ് സാൻഡൽ വേൾഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ETV-ലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. രുദ്ര ഗരുഡ പുരാണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അൾട്രാ പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് സീരീസ് ആണ്. കോൺസ്റ്റബിൾ കനകം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ETV വഴി ഈ ഒരു സീരീസ് ആഗസ്റ്റ് മാസം 14-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത നമ്മുടെ നിതിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് സിനിമയായിരുന്നു തമ്മുടു എന്ന് പറഞ്ഞ സിനിമ. ആഗസ്റ്റ് മാസം 1-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മുടെ അമീർ ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിതാരെ സമീൻ പർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ മറ്റു OTT പ്ലാറ്റ്ഫോമിലൊന്നും റിലീസ് ചെയ്യില്ല എന്നുള്ള അമീർ ഖാൻ ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഈ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആഗസ്റ്റ് മാസം 1-ാം തീയതി 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഈ ഒരു സിനിമ കാണാവുന്നതാണ്. അടുത്തത് ഒരു ത്രില്ലർ ഭാഗത്തുള്ള സീരീസ് ആണ്. ഒരു തെലുങ്ക് സീരീസ് ആണ്. അറേബ്യ കടലി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ആഗസ്റ്റ് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ ഭാഗത്തുള്ള സിനിമയാണ് 28 years later എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഇപ്പോൾ ഡിജിറ്റൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൂപ്പർ സിന്ദഗി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആഗസ്റ്റ് മാസം 1-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ് മനോരമ മാക്സ് വഴി. നേരത്തെ TV പ്രീമിയർ ആയിട്ടും ഫ്ലവേഴ്സ് ചാനലിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. അടുത്ത നമ്മുടെ സുരി, സ്വാസിക, അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു മാമൻ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ആഗസ്റ്റ് മാസം 8-ാം തീയതി ഈ ഒരു സിനിമ C5 വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകളാണ്, സീരീസുകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും